ബിസിനസ് ലോകത്തിലെ വിസ്മയം, ദീർഘവീക്ഷണമുള്ള യുവസംരംഭകൻ തുടങ്ങി സ്വർണ്ണാഭരണ ഡയമണ്ട് ആഭരണ നിർമ്മാണത്തിലും മൊത്തവിതരണത്തിലും ഫർണിച്ചർ വ്യാപാര രംഗത്തും നിരവധി വിജയഗാഥകൾ സൃഷ്ടിച്ച യുവപ്രതിഭയാണ് ശ്രീ മുജീബ് റഹ്മാൻ തൈക്കാടൻ. 2002 സ്ഥാപിതമായ BG ഗോൾഡ് ആൻഡ് മാനുഫാക്ചറിംഗ് ആഭരണ വിപണിയിൽ ഗുണമേന്മ, വിശ്വാസം, ആഡംബരം എന്നിവയുടെ പ്രതീകമായി മാറി. BG ഗോൾഡ് എന്ന സ്ഥാപനം സ്ഥാപിച്ചത് 2002 +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് അന്നത്തെ ഞങ്ങളുടെ ജനറേഷൻ്റെ ഒക്കെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഗൾഫായിരുന്നു. അപ്പോൾ ഞാനും ഒരു ഗൾഫ് സ്വപ്നം കണ്ട് തന്നെ അതിന് ഇരുന്നത്. അങ്ങനെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഏജ് 18 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ മലപ്പുറത്തൊരു ജ്വല്ലറിയിൽ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഒരു വേക്കൻ്റ് വരികയും അങ്ങനെ അവിടെ കയറി ഏകദേശം 1.5 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. പിന്നീട് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി. ഞാൻ പല സമയത്തും അവിടെ ഓർണമെൻറ്റ്സ് മാനുഫാക്ചേഴ്സിൽ വരുമ്പോൾ അവിടെ ആവശ്യത്തിനനുസരിച്ച് കിട്ടാത്തൊരു പ്രയാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ എന്തുകൊണ്ട് നമുക്കും ഇത് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന ഒരാശയത്തിൻ്റെ പുറകിൽ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് പരിചയമുള്ള ഇൻവെസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നു, അന്ന് കൂടെ ഉണ്ടായിരുന്നു. അവരും കൂടെ കൂട്ടി ഒരുമിച്ച് ഞങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ കൊൽക്കത്തയിൽ നിന്നും മുംബൈയിൽ നിന്നൊക്കെ നേരിട്ട് അവിടെ നിന്ന് സ്മിത്തുകൾ വർക്ക് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്തിരുന്നത്. അതിൻ്റെ വേണ്ട കാലതാമസം അന്നുണ്ടായി. അപ്പോൾ ആ ഒരു കാലതാമസം ഇല്ലാണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്ത് വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിലൊക്കെ ഓർണമെൻറ്റ്സ് ജ്വല്ലറിക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. ബിസ്മ ഡയമണ്ടിലൂടെ ഡയമണ്ട് രംഗത്തും സ്വന്തം ബ്രാൻഡിലൂടെ ഐഡന്റിറ്റി സൃഷ്ടിച്ചു. 12 വർഷത്തോളമായി ഡയമണ്ട് യൂണിറ്റിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ബ്രദറിൻലോ നവാസ് ഡയമണ്ട് കോഴ്സ് പഠിപ്പിക്കുകയും ഫ്യൂച്ചറിൽ ഇനി അത് സാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഡയമണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അന്ന് തുടക്കകാലം പല ജ്വല്ലറിക്കാരും പല ആളുകളും പല സുഹൃത്തുക്കളോട് ഇത് അഭിപ്രായം പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു, പിന്നെ ഡയമണ്ട് ഓർണമെൻറ്റ്സ് ഒക്കെ യൂറോപ്യൻസിനും അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിലൊക്കെ അല്ലേ മൂവ് ചെയ്യുക, നമ്മളെ സാധാരണ ആളുകൾ അത് ഉപയോഗിക്കുമോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമോ എന്നുള്ളത് പല ആളുകളും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം ജ്വല്ലറിക്കാരോടൊക്കെ പറയുമ്പോൾ പിന്നെ അവർക്കൊക്കെ അത് ഓർണമെൻറ്റ്സ് ഇത് വാങ്ങി വെക്കാനൊരു തുടക്കത്തിൽ പ്രയാസം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം നന്നായിട്ട് എനിക്ക് തോന്നുന്നു പ്ലെയിൻ ഗോൾഡിലേറെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇപ്പം 18 എന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ്. തന്റെ പുതിയ വീടിന്റെ ഫർണിച്ചർ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചൈന സന്ദർശന വേളയിൽ ചൈന മാർക്കറ്റിൽ കണ്ട ഫർണിച്ചറിൽ നിന്നാണ് ഫർണിച്ചർ ബിസിനസ് ആശയത്തിലേക്ക് കടന്നത്. പിന്നീട് ആർട്ട് അയൺ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന ജനപ്രിയ ഫർണിച്ചർ ബ്രാൻഡിന് വഴിയൊരുക്കി. വീട് വർക്ക് പൂർത്തിയാകുന്ന സമയത്ത് ഞങ്ങളൊന്ന് ചൈനയിൽ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫർണിച്ചർ വാങ്ങും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൂർ എന്ന നിലക്കാണ് യാത്ര ചെയ്ത്. അങ്ങനെ അവിടെ ഫർണിച്ചർ, എൻ്റെ വീടൊരു കൊളോണിയൽ സ്റ്റൈൽ വീടായിരുന്നു. അപ്പോൾ അതിനൊരു വുഡ് തീമാണ് വേണ്ടത്. പക്ഷേ അവിടെ ഞങ്ങൾ ചൈനയിൽ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് മെറ്റലിൽ ഉള്ള ഫർണിച്ചർ, കണ്ടംപററിക്ക് സൂട്ടായിട്ടുള്ള വളരെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഫർണിച്ചർ കാണാൻ കഴിയും. ഇതെൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഒന്ന് കയറിപ്പോയി. കാരണം എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ, കാരണം നമ്മളെ മെറ്റലൊക്കെ നമ്മളെ ലോക്കൽ റൂട്ടിൽ തന്നെ ഷോപ്പിൽ തന്നെ കിട്ടുന്ന റോ മെറ്റീരിയൽ ആണല്ലോ, എന്തുകൊണ്ട് അത് നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ എന്ന് ഒരു മനസ്സിൽ ചിന്താഗതി വന്നു. അങ്ങനെ സമാനമായിട്ട് ചിന്തിക്കുന്ന എൻ്റെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തുമായ ഹുസൈൻ തങ്ങളുമായിട്ട് കൂടി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫർണിച്ചർ ചെറിയൊരു യൂണിറ്റ് വീടിനടുത്ത് സ്റ്റാർട്ട് ചെയ്തു. 2024 ജവഹർ പുരസ്കാര ജേതാവും കൂടിയാണ് ശ്രീ മുജീബ് റഹ്മാൻ.